ഹലോ ഫ്രണ്ട്സ്, രഞ്ജൻ പ്രമോദിന്റെ തിരക്കഥയിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസ്സസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെൽ ഐക്കോണും ഒന്ന് എനേബിൾ ചെയ്യുക. ആദ്യ ചിത്രം 2001 പുറത്തിറങ്ങിയ രണ്ടാം ഭാവം. ലാൽ ജോസ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ സുരേഷ് ഗോപി, ബിജു മേനോൻ, ലെന എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. വൻ പ്രതീക്ഷയിൽ വന്ന ഈ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അടുത്ത ചിത്രം 2002 പുറത്തിറങ്ങിയ മീശ മാധവൻ. ലാൽ ജോസ് തന്നെ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ദിലീപും കാവ്യ മാധവനുമായിരുന്നു ലീഡ് റോൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. വൻ സാമ്പത്തിക വിജയമായിരുന്നു ഈ ചിത്രം നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. മൂന്നാമത്തെ ചിത്രം 2003 പുറത്തിറങ്ങിയ മനസ്സിനക്കരെ. സത്യൻ അന്തിക്കാടിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ജയറാം, ഷീല, നയൻതാര എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇളയരാജ മ്യൂസിക് കമ്പോസ് ചെയ്ത ഈ ചിത്രം ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. നാലാമത്തെ ചിത്രം 2005 പുറത്തിറങ്ങിയ അച്ചുവിന്റെ അമ്മ. സത്യൻ അന്തിക്കാട് തന്നെ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മീര ജാസ്മിൻ, ഊർവശി, നരേൻ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ചിത്രവും ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. അഞ്ചാമത്തെ ചിത്രം 2005 തന്നെ പുറത്തിറങ്ങിയ നരൻ. ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മോഹൻലാൽ, ഭാവന, ഇന്നസെന്റ് എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ സാമ്പത്തിക വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. ആറാമത്തെ ചിത്രം 2006 പുറത്തിറങ്ങിയ ഫോട്ടോഗ്രാഫർ. രഞ്ജൻ പ്രമോദ് തന്നെ സംവിധാനവും തിരക്കഥയും ചെയ്ത ഈ ചിത്രത്തിൽ മോഹൻലാൽ, നീതു, മാസ്റ്റർ മണി, ബിജു മേനോൻ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം സാമ്പത്തികമായി വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏഴാമത്തെ ചിത്രം 2013 പുറത്തിറങ്ങിയ റോസ് ഗിറ്റാറിനാൽ. രഞ്ജൻ പ്രമോദ് തന്നെ സംവിധാനവും തിരക്കഥയും ചെയ്ത ഈ ചിത്രത്തിൽ റിച്ചാർഡ് ജോയ് തോമസ്, ആത്മീയ രാജൻ, മനു, രജിത് മേനോൻ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രവും സാമ്പത്തികമായി വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല. എട്ടാമത്തെ ചിത്രം 2015 പുറത്തിറങ്ങിയ എന്നും എപ്പോഴും. സത്യൻ അന്തിക്കാടിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മോഹൻലാലും മഞ്ജു വാര്യരുമായിരുന്നു ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഓഡിയൻസിൽ നിന്നും ഈ ചിത്രത്തിന് മിക്സഡ് റിവ്യൂസ് ആണ് നേടാൻ കഴിഞ്ഞതെങ്കിലും സാമ്പത്തികമായി ഈ ചിത്രം വിജയം കണ്ട ചിത്രമായിരുന്നു. ഒമ്പതാമത്തെ ചിത്രം 2017 പുറത്തിറങ്ങിയ രക്ഷാധികാരി ബൈജു ഒപ്പ്. രഞ്ജൻ പ്രമോദ് തന്നെ സംവിധാനവും തിരക്കഥയും എഴുതി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ബിജു മേനോൻ, അജു വർഗീസ്, ഹന്ന രജി കോശി എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ സാമ്പത്തികമായി വിജയിച്ച ഒരു ചിത്രമായിരുന്നു. പത്താമത്തെ ചിത്രം 2023 പുറത്തിറങ്ങിയ OBB. രഞ്ജൻ പ്രമോദ് അവസാനമായി തിരക്കഥയും സംവിധാനവും ചെയ്ത ചിത്രമായിരുന്നു OBB. ദിലീഷ് പോത്തൻ, രഘുനാഥ് പാലേരി എന്നിവരായിരുന്നു ഈ ചിത്രത്തിലെ മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ജൂൺ 9, 2023 തിയേറ്റർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ചിത്രം തിയേറ്റർ വൈസ് പോസിറ്റീവ് റിവ്യൂസ് ആയിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും ചിത്രങ്ങളാണ് രഞ്ജൻ പ്രമോദ് തിരക്കഥയും സംവിധാനവും ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രങ്ങൾ. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏത് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസ്സസ്. നിങ്ങളെ വേറൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നത് വരെ പ്ലീസ് ടേക്ക് കെയർ. ബൈ. താങ്ക് യു.